യമൻ ജയിലിൽ തുടരുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്നും ചർച്ചകൾ തുടരും. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം ദയാധനം വാങ്ങുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഇംതിയാസ് കരീം വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ദയാധനം വാങ്ങുന്ന കാര്യത്തിൽ കുടുംബം തീരുമാനമെടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് അതെങ്ങനെയായിരിക്കും? മൂർത്തി, വെരി ഗുഡ് മോർണിംഗ്. വളരെ നേരത്തെ തന്നെ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നിമിഷപ്രിയയുടെ മോചനം അതല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന കാര്യത്തിലൊക്കെ ഒരു വലിയ ചർച്ച യമനിൽ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ സുഹൃത്തായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഒമറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ ഈ കുടുംബവുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നത്. അതിലേറ്റവും പോസിറ്റീവായൊരു വാർത്ത ഇന്നലെ വന്നു. വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. എന്നാൽ ഇനി അവിടെ നടക്കുന്ന ചർച്ച ഇന്നും ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അത് ഉത്തര യമനിൽ തന്നെയാണ് നടക്കുന്നത്. അവിടെ ഈ തലാലിന്റെ കുടുംബവുമായിട്ട് ഈ ഷെയ്ഖ് ഹബീബ് ഒമറിന്റെ പ്രതിനിധിയായിട്ടുള്ള അൽ മഷൂർ അടക്കമുള്ളവരാണ് ചർച്ച നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഒരു ദിയാധനം നിശ്ചയിക്കണം. ആ ദിയാധനം നിശ്ചയിച്ച് നിരുപാധികം ഈ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം എന്ന ആവശ്യമാണ് തുടർച്ചയായിട്ട് കൂടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് കാര്യം. ഇന്ന് ഈ അറബി നാട്ടിലൊക്കെ യമനിലൊക്കെ പ്രത്യേകിച്ചും അവിടെ ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും അവിടുത്തെ ഒരു നിയമപ്രകാരം, ഇസ്ലാമിക നിയമപ്രകാരം ഒരു ദിയാധനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കുടുംബത്തിന് മാപ്പ് നൽകാം. അതല്ലെങ്കിൽ ദിയാധനം ഒന്നും നിശ്ചയിക്കാതെ തന്നെ ആ കുടുംബത്തിന് നിമിഷപ്രിയക്കൊക്കെ മാപ്പ് നൽകി കഴിഞ്ഞാൽ അവിടുത്തെ ശിക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു സാധ്യത അറബി നാട്ടിലുണ്ട്, അറബ് നാടുകളിലുണ്ട് എന്നുള്ളതാണ്. ആ സാധ്യത അവിടെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇപ്പോഴും അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിയാധനം നിങ്ങൾ നിശ്ചയിക്കണം, അതല്ലെങ്കിൽ മാപ്പ് കൊടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ വധശിക്ഷ നീട്ടിവെക്കുന്ന കാര്യത്തിൽ കുടുംബങ്ങൾക്കിടയിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് വധശിക്ഷ നീട്ടിവെക്കാൻ ഉള്ള ഒരു തീരുമാനം കുടുംബം ഇന്നലെ എടുത്തത്. അതേ തീരുമാനം ഈ ദിയാധനം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ ഈ കുടുംബങ്ങൾക്കിടയിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാവണം. ആ ഏകാഭിപ്രായത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിയാധനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കേരളം പൂർണ്ണ സജ്ജമാണ് എന്നുള്ള കാര്യം ഇന്നലെ ചാണ്ടി ഉമ്മനും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അബ്ദുൾ റഹീമിന്റെ ട്രസ്റ്റിൽ നേരത്തെ ഉപയോഗിച്ച പണം, നേരത്തെ റഹീമിന്റെ മോചനത്തിന് വേണ്ടി ഉപയോഗിച്ച പണത്തിൽ കുറച്ച് പണം ഇപ്പോഴും ബാക്കിയുണ്ട്. ആ പണവും അതിന് പുറമെ എത്ര പണമാണോ വേണ്ടത് ആ പണം കേരളമൊട്ടാകെ സ്വരൂപിക്കും. അതിനുവേണ്ടി ചാണ്ടി ഉമ്മൻ നേതൃത്വം നൽകും എന്നുള്ളതും കാന്തപുരത്തിന്റെ ഓഫീസിനെ ഔദ്യോഗികമായി തന്നെ ചാണ്ടി ഉമ്മനും അറിയിച്ചിട്ടുണ്ട്. വലിയ മുന്നൊരുക്കം തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ദയാധനം കൈപ്പറ്റിക്കൊണ്ട് ഈ കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ അവരുടെ രീതികൾ പ്രകാരം വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെയല്ല ശരിയത്ത് നിയമത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് അതിനുള്ള ചെറിയ കാലതാമസങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു, സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ അതിൻ്റെതായ രീതിക്ക് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇംതിയാസ് വ്യക്തമാക്കുന്നത്.